മെറ്റാഫിസിക്കൽ കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ദഹിക്കാൻ എളുപ്പമല്ലാട്ടാ. ഒരു കഞ്ചാവ് കടിച്ചിരുന്നാലാണ് സാധനം തലേ കയറുള്ളൂ എന്നാ പറയണേട്ടാ. 12 ആത്മവംശത്തിന്റെ ഇടയിൽ 5 ആൾക്കാർ ടോപ്പ് പ്രയോറിറ്റിയിൽ കിടന്ന് കളിച്ചിരുന്നു എന്നാ പറയണേ. അവരെ കുറിച്ചിട്ടാണ് അറിയണ്ടത്. അവരാണ് ഈ മെയിനായിട്ട് ഗേറ്റുകൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്ന ആൾക്കാർ. ബാക്കിയെല്ലാം അസിസ്റ്റൻസ് ആട്ടാ. പെട്ടെന്ന് കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ആൾക്കാർ ന്യൂനാക്കീസ്. ഇവരെന്ന് പറഞ്ഞ സിവിലൈസേഷൻ ബിൽഡേഴ്സ്, ജനറ്റിക്സ് അല്ലെങ്കിൽ DNA ഒക്കെ രൂപകൽപ്പന അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. രണ്ടാമത്തെ ആൾക്കാരാണ് മുതലക്കണ്ണന്മാർ. ഇംഗ്ലീഷ് ഞാൻ അവിടെ പറയണില്ലേ. അവർക്ക് ലോ ഫ്രീക്വൻസി എനർജിയിലാണ് ജീവിക്കാൻ താല്പര്യം എന്നാണ് പറയണേട്ടാ. അതുകൂടാണ്ട് അവർ നെഗറ്റിവിറ്റിയുടെ മെയിൻ സ്രോതസ് എന്ന് പറയണേ. ഡൊമിനേഷൻ, വേൾഡിലെ പവർ കൺട്രോൾ, അങ്ങനെ എല്ലാ പരിപാടിയിലും അവർക്ക് താല്പര്യം എന്നാണ് പറയണത്. അവരെ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് എന്നും കൂടെ അറിയൂട്ടാ. മൂന്നാമത്തെ ആൾക്കാരാണ് കേട്ടോ ലൈറിയൻസ്. അവർ ഓൾമോസ്റ്റ് ഹ്യൂമൻസിനോട് സിമിലാരിറ്റി ഉള്ളവരാ. അവർ ഓൾഡസ്റ്റ് സോൾ ആണെന്നും കൂടിയാണ് പറയുന്നത് കേട്ടാ. നാലാമത്തെ ആൾക്കാരാണ് പ്ലേഡിയൻസ്. തെറ്റിദ്ധരിക്കേണ്ട കേട്ടാ. അവർ സ്പിരിച്വാലിറ്റി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാ. അതായത് കമ്പാഷൻ, ഹീലിംഗ് അങ്ങനെ കേട്ടാ. ആ ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ 5ാമത്തെ ആൾക്കാർ വേറെ ആൾക്കാരാ. പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമുള്ളത് ഗ്രേസിനെ കുറിച്ചിട്ടാ. ഇവരൊക്കെയാണ് മെയിൻ ഗഡികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഗേറ്റ് ഉപയോഗിച്ചിരുന്നത് കേട്ടാ. പക്ഷെ ഇതൊക്കെ എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന പെട്രോക്ലിപ്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഈ കല്ലുമ്മിലൊക്കെ കുത്തി വരച്ചിട്ടുള്ള ആർട്ടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ കേവുകളിലൊക്കെ ഉള്ളത്, അവിടെ നിന്നാണ് ഇവരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് പറയണത് കേട്ടാ. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.